പ്ലം കേക്കിൻ്റെ രുചിയോട് കൂടിയിട്ടുള്ള ഒരു ടീ കേക്കാണിത്. ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടീ കേക്കാണ്. പ്ലം കേക്ക് ആകുമ്പോൾ നട്ട്സൊക്കെ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്തൊക്കെ വെക്കണ്ടേ. അപ്പോൾ ഇതിന് അങ്ങനെയുള്ള പണിയൊന്നുമില്ല, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട്. പ്ലം കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ കേക്കുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ച് വെക്കുകയാണ്. അപ്പോൾ അര കപ്പ് പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഒരു 2-3 കഷ്ണം പട്ട, പിന്നെ ഗ്രാമ്പൂ, ഏലക്കായ, പിന്നെ ഒരു ജാതിക്കയുടെ കഷ്ണം ഇതും കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ജാതിക്ക. ഇതിൻ്റെ ഉള്ളിലുള്ള ആ കുരുവാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സ്റ്റാൻഡ് മിക്സറിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ആ പഞ്ചസാരയും കൂടെ കുറേശ്ശെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കാരമലൈസ് ചെയ്ത ഷുഗർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് ആദ്യം തയ്യാറാക്കി വെക്കണം. അത് ചൂടാറിയതിന് ശേഷമേ ഈ മിക്സിൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിന് അര കപ്പ് പഞ്ചസാര വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. എന്നിട്ട് അത് നല്ല കളറ് മാറി വരുന്ന സമയത്ത് അതിലേക്ക് 1/4 കപ്പ് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് കാരമൽ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ കാരമലൈസ് ചെയ്ത ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പം നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ലൊരു വൈറ്റ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം സ്റ്റാൻഡ് മിക്സർ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരിച്ച് വെച്ച പൊടി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സാവധാനത്തിൽ ഒരു സ്പാറ്റില വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ചൊന്ന് സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സാവധാനത്തിലാണ് ചെയ്തെടുക്കേണ്ടത്. ഇതിൽ ഞാൻ പാലൊന്നും ചേർക്കണില്ല കേട്ടോ. പാലൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കുറേശ്ശെ ആയിട്ട് ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് കാരമലൈസ് ചെയ്ത ഷുഗർ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല. നല്ല അപ്പം ഉണ്ടാക്കിയതുപോലെ തന്നെ ഉണ്ടാവും. നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ചടക്കായിട്ടൊന്ന് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അതൊന്ന് ലൂസായി കിട്ടും. ഇതിപ്പോൾ ഞാൻ അര കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അര കപ്പ് നമ്മൾ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ്. എന്നിട്ട് ഇത് ചേർത്തതിന് ശേഷം കുറച്ച് കാരമലൈസ്ഡ് എസൻസാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് നിർബന്ധമല്ല, അത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കാരമലൈസ്ഡ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നത് ഈ കേക്കിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സമയത്ത് നമ്മളിതിലേക്കുള്ള ഒരു ബേക്കിംഗ് ടിന്ന് തയ്യാറാക്കി വെക്കണം. ആ ബേക്കിംഗ് ടിന്നിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓവന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇപ്പോൾ ഇവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ബേക്കിംഗ് ടിന്നിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കറുത്ത മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി വേണമെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് 2 മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഓവനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇതിൻ്റെ കോയിൽ ആദ്യം 160 ഡിഗ്രിയിലാക്കി കൊടുക്കുക. പിന്നെ 2 ഭാഗം കോയിൽ ചൂടാവുന്ന രീതിയിലാണ് ഓപ്ഷൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ 40 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 40 മിനിറ്റിന് ശേഷം ഞാനിത് എടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ മതി ഇത് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇനി ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം ആണ് ഇതിൽ നിന്ന് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിൻ്റെ അരികൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് പൊക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് കമഴ്ത്തിയിട്ടിട്ട് ഇതിൻ്റെ ബാക്ക് ഭാഗത്തൊന്ന് തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പോരും. കണ്ടില്ലേ, അടിഭാഗമൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി ഇതിൻ്റെ അരികുവശത്തുള്ള ബട്ടർ പേപ്പറും അതേപോലെ തന്നെ അടിഭാഗത്തുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഇനിയിപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് ഞാൻ. അപ്പോൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ചായക്കൊക്കെ എടുക്കാൻ സുഖമാണല്ലോ, അപ്പോൾ പിന്നെ കട്ട് ചെയ്യാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. ഇത് കുറച്ച് ദിവസമൊക്കെ പുറത്ത് തന്നെ ഇരിക്കും കേട്ടോ, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് പുറത്ത് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കാരമലൈസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞാൻ ഇതിന് മുൻപ് ഉണ്ടാക്കിയ പ്ലം കേക്കിൻ്റെ റെസിപ്പി ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിലുണ്ട് കാരമലൈസ് ചെയ്യണ വീഡിയോ. അപ്പോൾ നല്ല രുചിയോട് കൂടിയ ടീ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുക.